നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് രാജസ്ഥാനിലും മലയാളിക്കെതിരെ കേസ്. ഇടുക്കി കട്ടപ്പന സ്വദേശിയായ തോമസ് ജോർജിനെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തത്. ഭീതിയോടെയാണ് കഴിയുന്നതെന്ന് 21 വർഷമായി രാജസ്ഥാനിലെ ദൌസയിൽ പാസ്റ്ററായി പ്രവർത്തിക്കുന്ന തോമസ് ജോർജ് പറഞ്ഞു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് രാജസ്ഥാനിൽ മലയാളി പാസ്റ്റർക്കെതിരെ എടുത്ത കേസ്. കഴിഞ്ഞ ജൂൺ 29-ന് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കെ ബജ്രംഗ് ദളിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പ്രതിഷേധവുമായെത്തി. ജൂലൈ 6-ന് ബജ്രംഗ് ദൾ RSS പ്രവർത്തകർ മതപരിവർത്തനം നടത്തുന്നു എന്നാരോപിച്ച് ആരാധനാലയം തകർക്കാൻ JCBയുമായെത്തി. 100ഓളം പോലീസുകാർ എത്തിയാണ് തോമസ് ജോർജ് ഉൾപ്പെടെയുള്ളവർക്ക് സംരക്ഷണം നൽകിയത്. ജൂലൈ 15-ന് ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ പരാതിയിൽ തോമസ് ജോർജിനെതിരെ ദൌസ പോലീസ് കേസെടുത്തു. മതസ്പർദ്ധ വളർത്തുക, മതവിശ്വാസത്തെ അപമാനിക്കുക, വിദ്വേഷ പ്രചരണം എന്നീ കുറ്റങ്ങൾക്കാണ് കേസ്. 6-ാം തീയതി സൺഡേ ഏകദേശം 500ഓളം ആൾക്കാർ JCB ഒക്കെ ആയിട്ട് ചർച്ചടിക്കാൻ വേണ്ടി വന്ന വലിയ ബഹളമായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഞങ്ങളിതുണ്ട്. വലിയ ബഹളമായിരുന്നു. അവർ വന്നിച്ച് പറയുന്ന കാര്യം ഞാൻ തരം പരിവർത്തനം ചെയ്തു എന്നുള്ളതാണ്. പക്ഷേങ്കിൽ ഞാൻ ഇതുവരെയായിട്ട് ആരെയും മതം മാറ്റിയിട്ടില്ല. ഞങ്ങളവിടുന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ആൾക്കാർ വരുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. കടുത്ത ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ രാജസ്ഥാനിൽ നിന്ന് മാറി നിൽക്കുകയാണ് തോമസ് ജോർജ്. 24 ഡൽഹി.